മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറന്നു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവം നടന്നത്. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തും പുതിയ അധ്യയന വർഷത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളും പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഇത്തവണയും കൃത്യസമയത്ത് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികൾക്ക് നൽകാനായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്ലാസ് മുറികൾ ഹൈടെക്കായി, റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാക്കി. വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും ഒട്ടേറെ സാധ്യതകളുള്ള ഇടമാക്കി വിദ്യാലയങ്ങളെ മാറ്റി. പുതിയ കാലവും പുതിയ ലോകവുമാണ്. ഇത് നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ലക്ഷ്യം. പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ നാടിന് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1ാം ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നു ചേർന്നത് 2,44,646 കുട്ടികളാണ്. സംസ്ഥാനത്ത് ആദ്യമായി പാഠപുസ്തകത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമുണ്ടെന്ന സവിശേഷത കൂടി ഇത്തവണ എടുത്തു പറയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്. പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തകർച്ച നേരിട്ട ഘട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന രീതിയിൽ ഒരു മിഷൻ പ്രവർത്തനം ഈ രംഗത്ത് നാം ആരംഭിച്ചു. അത് കാത്തുസൂക്ഷിക്കുക മാത്രമല്ല, നവീകരിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിന്നീട് ഓരോ വർഷവും നാം ശ്രമിച്ചത്. ഇവിടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള, നാടാകെ ഒന്നായി ചേർന്നുകൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി മാറ്റുന്നതിനാണ് ഇടയാക്കിയത്. കേരളം കണ്ട നല്ല രീതിയിലുള്ള ഒരു ജനകീയ ക്യാമ്പയിനായി ഇത് മാറി. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്ന ബോധം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു.